ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് അച്ചൻകോവിൽ ക്ഷേത്രത്തിലാണ്. നമ്മുടെ ശബരിമല കഴിഞ്ഞ രണ്ടാമത്തെ ക്ഷേത്രമാണ് അച്ചൻകോവിൽ. ഇന്ന് രാവിലെ തന്നെ, ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തി. പക്ഷേ നമ്മൾ രാവിലെ തൊട്ടുള്ള വീഡിയോ ആണ് എടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക്, വിശേഷങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ നമ്മൾ രാവിലെ നടന്നു പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ രാവിലെ അത്യാവശ്യം കടകളൊക്കെ, ചായക്കടയൊക്കെ ഒന്ന് തുറന്ന് തുടങ്ങിയതേ ഉള്ളൂ. ചെറിയ രീതിയിലുള്ള തിരക്കുകളൊക്കെ ആയതേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്ന് തൊട്ടടുത്ത് പോയാൽ നമ്മളെ അച്ചൻകോവിൽ വലിയൊരു ആറാണ്. അപ്പോൾ ആറ്റിൽ പോയി കുളിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളെ തമിഴ്നാട് തെങ്കാശി വഴി വരുന്ന അച്ചൻകോവിലേക്ക് വരുന്ന റോഡാണ്. ഇതാണ് അച്ചൻകോവിൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റ്. രാവിലെ തമിഴ്നാട് വണ്ടികൾ വന്ന് തുടങ്ങി. ഇത് ഇന്നലെയൊക്കെ വന്ന അയ്യപ്പ ഭക്തരാണ്. അവർ ദർശനം കണ്ടിട്ട് തിരിച്ച് രാവിലെ ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതൊക്കെ അവർ നടന്ന് തമിഴ്നാട് വഴി കയറി പോകാനുള്ള നടന്നു പോകുന്ന കാഴ്ചയിലായിട്ടാണ് ഈ കാണുന്നതാണ് അച്ചൻകോവിൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റും ഫ്രണ്ട് ഭാഗവും. ഇപ്പോൾ 18 പടികളും കരിങ്കല്ലിൽ കൊത്തിയതാണ്. പിന്നെ ഒരു കൽവിളക്കും ഉണ്ട്, ഫ്രണ്ടിൽ വച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ രാവിലെ തന്നെ തിരക്കുകളായി തുടങ്ങി. അപ്പോൾ അകത്തേക്ക് നമുക്ക് ഫോണോ ക്യാമറയൊന്നും പ്രവേശനമില്ലാത്തതുകൊണ്ട് പുറത്തുനിന്നുള്ള കാഴ്ചകളെല്ലാം കാണിക്കാം. ഇപ്പോൾ ഇന്നലെയൊക്കെ വന്ന വണ്ടികളാണ് ഈ കിടക്കുന്നത്. കൂടുതലും ഇതിലുള്ളത് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇഷ്ടംപോലെ അയ്യപ്പ ഭക്തർ ഇവിടെ എത്താറുള്ളതാണെന്നാണ്. കൂടുതൽ കേരളത്തിൽ നിന്നുണ്ട്. എങ്കിലും കേരളത്തെ വണ്ടിയേക്കാളും കൂടുതലും നമ്മളെ തമിഴ്നാട് വണ്ടികളാണ്. അവരുടെ വണ്ടിയിലൊക്കെ നല്ലവണ്ണം അലങ്കരിച്ച് ഇഷ്ടംപോലെ പൂക്കളൊക്കെ വെച്ചാണ് ഇവർ മാലയെ കോർത്ത് കെട്ടിയിട്ടിരിക്കുന്നത്. ഇനി നേരെ നമുക്ക് അച്ചൻകോവിലെ നടപ്പന്തലിലേക്ക് പോകാം. ഈ കാണുന്നതാണ് അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ നടപ്പന്തൽ. അപ്പോൾ ഇവിടെ വരുന്ന അയ്യപ്പ ഭക്തർക്കായിരുന്നാലും സാധാ ജനങ്ങൾക്കായിരുന്നാലും റൂമൊന്നും കിട്ടാത്തവർക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ഇന്നലെ വന്ന അയ്യപ്പ ഭക്തരാണെന്ന് തോന്നുന്നു. ഇവരെന്തൊക്കെയോ തമിഴ്നാട് വന്നവരാണ്. രാവിലെ പാചകം ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതിന് അകത്തേക്കൊന്ന് കാണിച്ചു തരാം. ഒരു 10-200 പേർക്കോളം ഇതിനകത്ത് കിടന്ന് ഉറങ്ങാനുള്ള സാഹചര്യമുണ്ട്. അപ്പം അതിലെന്തൊക്കെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് കിടന്ന അങ്ങനെ മടക്കി വയ്ക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ കടകളൊക്കെ ചെറുതായിട്ട് തുറന്ന് തുടങ്ങിയതേ ഉള്ളൂ. അത്യാവശ്യം വളയും മാലയും എല്ലാം വാങ്ങാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. ഇനി നമ്മൾ കാണാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെ നമ്മളൊരു കൊച്ചു ക്ഷേത്രമുണ്ട്. കറുപ്പസ്വാമി ക്ഷേത്രമാണ് ഈ കാണുന്നത്. അതിനടുത്താണ് ഈ കറുപ്പസ്വാമി ക്ഷേത്രം. അപ്പോൾ ഒത്തിരി തൊട്ടടുത്തൊരു 100 മീറ്ററോളം അടുത്താണ് ഈ ക്ഷേത്രമുള്ളത്. അങ്ങനെ അതും കണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിലേക്കാണ്. അച്ചൻകോവിലിൽ നിന്നും പുനലൂർ പോകുന്ന റൂട്ടിലാണ് ഈ അപ്പൂപ്പൻകാവ് ക്ഷേത്രം. റോഡിൽ നിന്നും ഒരു 100 മീറ്റർ നടന്ന് പോയാൽ അപ്പൂപ്പൻകാവ് ക്ഷേത്രമെത്തി. ഇവിടുത്തെ പ്രധാന വഴിപാട് വെറ്റിലയും അടയ്ക്കയും ചുണ്ണാമ്പുമൊക്കെയാണ്. അപ്പോൾ ഈ കൊണ്ടുപോകുന്നതാണ് അവിടുത്തെ പൂജാരി. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് പൂജ ചെയ്യുന്ന ആരുമില്ല. നമുക്ക് ചെല്ലുന്നവർക്ക് തന്നെ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് പൂജ ചെയ്യാം. ഇതാണ് അപ്പൂപ്പൻകാവ് ക്ഷേത്രം. അപ്പോൾ നമ്മൾ ആ പുനലൂർ അച്ചൻകോവിലിൽ നിന്ന് പുനലൂർ വരുന്ന ആ വഴീൻ്റെ സൈഡിൽ തന്നെയാണിത്. ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ് വരുമ്പോൾ ഒരു റോഡിൻ്റെ സൈഡിലാണ്. ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ വണ്ടി ഇട്ടിട്ട് കയറി വരുന്ന സൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ തേങ്ങയൊക്കെ അടിക്കാനുള്ള തേങ്ങ കച്ചവടം ചെയ്യുന്ന ഒരു മാമി ഇവിടെ ഉണ്ട്. വെറ്റിലയും ബാക്കി എല്ലാം തിരികളെല്ലാം നമ്മൾ ഒന്നിൽ വാങ്ങിക്കൊണ്ട് വരണം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു മാമി ഇവിടെ സൈഡിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി ഇരിപ്പുണ്ട്. വേറെ കടകളൊന്നും ഇവിടെ ഇല്ല. ഇതൊരു ഫോറസ്റ്റിനകത്താണ് ഇരിക്കുന്നത് ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന വഴിപാട് വെറ്റിലയും അടയ്ക്കയുമാണ്. അപ്പോൾ നമ്മളെ കൂടെ വന്നവരും അവർ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ എല്ലാം ഇത് വയ്ക്കുന്ന കാഴ്ചയാണ്. ഈ വരുന്ന KSRTC ബസ് പുനലൂർ ഡിപ്പോയിൽ നിന്ന് അച്ചൻകോവിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ കിടക്കുന്ന 2 ബസ്സും ഇന്നലെ രാത്രി പുനലൂരിൽ നിന്ന് വന്ന് ഇവിടെ സ്റ്റേ ബസ്സാണ് കാണുന്നത്. ഇത് വെളുപ്പിലെ 1 5:30-ക്കും 1 6 മണിക്കാണ് ഇവിടെ നിന്ന് പുനലൂരിൽ പോകുന്ന ബസ്സാണ്. ഇന്നലെ രാത്രി വന്ന ബസ്സാണ്. അപ്പോൾ വെളുപ്പിലെ ഞാൻ എടുത്ത ഒരു വീഡിയോയാണ് ഇത്. അപ്പോൾ അത്യാവശ്യം ആളുകൾ ഇവിടെ നിന്ന് പുനലൂരിലേക്ക് പോകുന്നവർക്ക് രാവിലെ ബസ് ഉണ്ട്, 2 ബസ്സുണ്ട്. അപ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത്.